പത്തനംതിട്ട കൂടലിലെ വ്യാജ പോക്സോ കേസിൽ 20കാരനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാത്തതിൽ കുടുംബത്തിന് അതൃപ്തി. കണ്ണിൽ പൊടിയിടാൻ എസ്ഐയെ സ്ഥലം മാറ്റി നടപടികൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം. തുടർ സമരത്തിനൊരുങ്ങുകയാണ് 20കാരന്റെ കുടുംബം. വേറെ വഴിയില്ല. കാരണം നമുക്ക് ഒരു നീതി കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. കാരണം ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ പോലും DGP, DSP അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ മുന്നിലാണെങ്കിലും നമ്മൾ പോയി നിന്നതല്ലാതെ നമുക്കൊരു നടപടി ഉണ്ടായിട്ടില്ല. ഹൃദ്രോഗിയായിരുന്നിട്ടും ക്രൂരമായി മർദ്ദിച്ചു. വ്യാജ പരാതിയിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയില്ലെന്നാണ് ആക്ഷേപം. കസ്റ്റഡി മർദ്ദന പരാതിക്ക് പിന്നാലെ കൂടൽ എസ്ഐ ജയമോനെ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി കണ്ണിൽ പൊടിയിട്ടു. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ കൂടൽ പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള കോന്നി CIക്കും മറ്റു ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. അവിടുത്തെ SIയെ ട്രാൻസ്ഫർ ചെയ്തു. അതെന്തിൻ്റെ പേരിലാണെന്ന് അറിയത്തില്ല. ഇതിനെപ്പറ്റി അവർ തെളിവെടുക്കുകയോ ഇതിനെപ്പറ്റി യാതൊരു അന്വേഷണങ്ങളോ നടത്താതെ മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടത്തക്കവണ്ണം ഒരു ആശ്വാസം, എന്താശ്വാസം അവരവരുടെ കുടുംബം പോറ്റാൻ വേണ്ടി അവർ ശമ്പളം മേടിക്കുന്നു. അടുത്തടുത്തോട്ട് സ്ഥലം മാറ്റം കൊടുത്തു. ബാക്കി പോലീസുകാരുടെ മേലും ഇല്ല, CIയുടെ മേളിൽ ഒരു നടപടിയില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. 13കാരിയുടെ മൊഴിയെ തുടർന്നായിരുന്നു 2 പോക്സോ കേസുകൾ കൂടൽ പോലീസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പീഡന പരാതി വ്യാജമെന്ന് പിന്നീട് തെളിഞ്ഞു. കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചെന്ന ആക്ഷേപം കൂടി വന്നതോടെ പോലീസ് വലിയ പ്രതിസന്ധിയിലായി. പ്രണയ നൈരാശ്യത്തിലെ പകയെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും വ്യാജ പരാതിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം പോലും ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ന്യൂസ് മലയാളം, പത്തനംതിട്ട.